ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ ഈ അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുന്ന പ്ലീനത്തിന്റെ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി, അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ രീതിയിലുള്ള തർക്കത്തിന് ഒരു പരിഹാരവും ഒക്കെ ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞതുപോലെ പിണറായി വിജയൻ പരാജയ കാരണമായി എന്ന വിലയിരുത്തലുകൾ പല ഘട്ടങ്ങളായി CPM-നകത്ത് പല തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ, അദ്ദേഹം എടുത്തിരിക്കുന്ന ഏകാധിപത്യ പ്രവണതയോടുകൂടിയ നിലപാടുകൾ, ആ വാക്കുകൾ തന്നെ പലയിടത്തും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടുകൾക്കെതിരെ നിൽക്കേണ്ടതുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു ഐക്യപ്പെടൽ, ഒരു മറുചെരിയിൽ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പറഞ്ഞ പ്രതികരണത്തെ അങ്ങെങ്ങനെയാണ് വിലയിരുത്തുന്നത്? മോദി പറഞ്ഞതുപോലെ ഈ തരത്തിലേ അല്ല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും കാണപ്പെടുന്നതും. ഇപ്പോ CPIയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ബേബി കാസ്ട്രോ ആ സംബന്ധിച്ച് ശരിയായ നിലപാടുകൾ തന്നെയാണ് പറയുന്നത്. എങ്കിലും ഞാനത് പറയുമ്പോൾ ചേക്കുട്ടി പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് എനിക്ക് ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ CPIM കേന്ദ്ര കമ്മിറ്റി രേഖ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം ജൂലൈ 11, 12, 13 തീയതികളിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ രേഖ, ഇതുമായി തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട്, ആർക്കും പരിശോധിക്കാം. ഇതൊന്നും വായിക്കാത്ത ആളല്ല ചേക്കുട്ടി, എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അതിൽ പറയുകയാണ്, ഐറ്റം 16 ക്യാമ്പയിൻ ഒരാളെ മുഴുവൻ കേന്ദ്രീകരിച്ചാണ് നടന്നത് എന്നൊരു പ്രചാരണം. അത് സംബന്ധിച്ചാണ് ആ പാരഗ്രാഫ് 16 ഇനം 16 പറയുന്നത്. കാര്യക്ഷമതയോടെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയെയും പോളിറ്റ് ബ്യൂറോ അംഗത്തെയുമാണ് ഇത് പരാമർശിച്ചത്. സഖാവ് പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് പ്രചാരണത്തെ വ്യക്തികേന്ദ്രീകൃതമാക്കിയതിലൂടെ അദ്ദേഹത്തിനെതിരെ ലക്ഷ്യമിട്ടിട്ടുള്ള പ്രചാരണം നടത്താൻ നാം അറിയാതെ UDF-ന് അവസരം നൽകി. തൽഫലമായി കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ന്റെയും പുരോഗമന വിരുദ്ധവും കേന്ദ്ര ഭരണവർഗ അനുകൂലവുമായ നിലപാടുകളെ തുറന്നു കാട്ടാനുള്ള രാഷ്ട്രീയ മുൻകൈ നമുക്ക് നഷ്ടപ്പെട്ടു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പരസ്യപ്പെടുത്തിയ രേഖയിലാണിത് 16ാമത്തെ ഇനമായി. അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് CPM-ന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണുള്ളതെന്ന് ഇനി വ്യക്തതയൊന്നും ഒരാൾക്കും തരാൻ കഴിയില്ല. അത് ചേക്കുട്ടിക്കും തരാൻ കഴിയില്ല, സ്മൃതി പരുത്തിക്കാട്ടിനും തരാൻ കഴിയില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ആ പാർട്ടി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് മറ്റേ അതാണ്, അത് തീർച്ചയായിട്ടും കിട്ടില്ല. ഇത് രണ്ട് കക്ഷികൾക്കും, CPIക്കും CPM-നും അറിയാം ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ ശ്രീജയേന്ദ്രൻ, ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ. നേരത്തെ കേന്ദ്ര കമ്മിറ്റി വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. ഈ താഴെത്തട്ടിൽ നടന്ന ചർച്ചകളിൽ വന്നിരിക്കുന്ന വിമർശനങ്ങൾ, അത് ഈ സംസ്ഥാന കമ്മിറ്റി അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ അവലോകന റിപ്പോർട്ടിൽ എന്ന വിമർശനം കൂടി കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങ് പറയുന്നത് ഈ പറഞ്ഞ പ്രവണത ശരിയായില്ല എന്ന വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മൾ കേന്ദ്ര കമ്മിറ്റി രേഖ വെച്ച് ചർച്ച ചെയ്യണമെങ്കിൽ വേറൊരു ദിവസം ചർച്ചയ്ക്ക് വെച്ചാൽ മതി, നമുക്ക് ചെയ്യാവുന്നത്. ഈ ചർച്ചയിൽ അതിനകത്ത് സ്വാഭാവികമായ പരിധിയുണ്ട്, പരിമിതിയുമുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ അത് മുഴുവൻ പറഞ്ഞു പോകാൻ കഴിയില്ല. ആ 1-ാം പേജിൽ തന്നെ വരുന്നുണ്ട്, ഈ കേന്ദ്ര കമ്മിറ്റി രേഖയുടെ 1-ാം പേജിൽ തന്നെ വരുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് അജണ്ടകൾ, എങ്ങനെയാണ് മുമ്പോട്ട് പോയത്, ഓരോ പാർട്ടിക്കും മുന്നണിക്കും കിട്ടിയ വോട്ട് വിഹിതം എത്ര, അത് 21-ൽ എത്ര, 26-ൽ എത്ര, ആ ഒരു അപഭ്രംശം എങ്ങനെയാണ് 26-ൽ എത്തിയത്, അതൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടെന്നേ. നമ്മളിപ്പോ സ്മൃതി ഇങ്ങനെ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മറുപടി പറഞ്ഞു പോകുന്നതിനേക്കാളും ഏറ്റവും ഗംഭീരമാവുക മറ്റേ ആ മൊത്തത്തിൽ ആ രേഖ ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ്. അതിന് താങ്കൾ സമയം കണ്ടെത്തിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ വന്ന് പങ്കെടുക്കാനായിട്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അത് മാത്രം ഞാനിത് പറയാൻ കാര്യമാണെന്ന് അറിയാമോ? പ്രത്യേകിച്ചും C. ദിവാകരൻ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും കൂടെ ചെയ്തല്ലോ. അദ്ദേഹത്തിനെ ആരാണ് ചുമതലപ്പെടുത്തിയെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും CPI നേതൃത്വം അങ്ങനെയല്ല, അദ്ദേഹം കാണുന്ന പോലെയല്ല കാര്യങ്ങൾ കാണുന്നത്. ഈ പാർട്ടി രേഖയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടില്ലേ എന്നൊരു വാചകം കൂടെ തിരികെ കയറ്റിയിരുന്നു C. ദിവാകരൻ ഇടയ്ക്ക്. അതേസമയം ബിനോയ് വിശ്വം അത്ര പക്വമായിട്ടാണ് ഇന്ന് പ്രതികരിച്ചത് ആ ഒരു കാര്യത്തിലാണ്. അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ LDF കൺവീനർ, അദ്ദേഹം എന്ന് പറഞ്ഞില്ലേ, നേരത്തെ അങ്ങനത്തെ നിലപാട് CPM-ന് ഉണ്ട്, സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുമുണ്ട്, അത് CPM ആണ് ചെയ്ത് വഹിച്ചു വന്നിരുന്നത്, ഇപ്പോഴും അത് തന്നെ തുടരുക, ആ നിലപാടിന് അവർ മാറിയിട്ടില്ല, അതാണ് പറഞ്ഞത്. പക്ഷേ LDF-ന്റെ കൺവീനർ എന്നുള്ള നിലയിൽ ആ തരത്തിലുള്ള ചർച്ചകൾ ഇനിയും നടക്കും. അതാണ് ഇങ്ങനെ കൺവീൻ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്ത നേതാവ് പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പണി ഏതാണല്ലോ, കോർഡിനേഷൻ ആണല്ലോ LDF-ന്റെ. അപ്പൊ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക? അവിടെ മുമ്പിൽ ചർച്ചകളിൽ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വരുമെന്ന്, അല്ലാതെ നാളെ ഇതങ്ങോട്ട് ഇവര് വേറെ ബ്ലോക്കായിട്ടിരിക്കാൻ പോകുന്നു, LDF ഇതാ തകർന്നു,
അല്ല, ഇനി ചർച്ചയില്ല, ഇനി ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് തന്നെ. ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നതും പ്രതികരണം ഉണ്ടായതും അതുകൊണ്ടാണല്ലോ. പിണറായി വിജയന്റെ പ്രതികരണമാണല്ലോ ശ്രീ ജയേന്ദ്രൻ. മാത്രം എടുത്തു പറയുന്നത് എന്തിനാ നിങ്ങളിങ്ങനെ പിണറായി വിജയനെ മാത്രം? അല്ല, നിങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങ് ചോദിക്കുന്നത് CPI-യോടാണോ? കാരണം CPI ആണല്ലോ അതിൽ പ്രതികരിച്ചത്. CPI ആണല്ലോ പ്രതികരിച്ചത്. അല്ല, പിന്നെ ശരി, അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. മാധ്യമ പ്രവർത്തന രംഗത്ത് മുന്നണിയിലെ രണ്ടാം കക്ഷി നടത്തുന്ന പ്രതികരണങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങയുടെ മാധ്യമ പ്രവർത്തനമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം CPI-യുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് സീതിവാര. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ അങ്ങ് ബിനോയ് വിശ്വത്തിന്റെ നല്ല ഭാഷ പറഞ്ഞതുപോലെ ബിനോയ് വിശ്വം മറ്റു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. LDF-ന്റെ നല്ല ഭാഷ, നല്ല സംസ്കാരമുള്ള ഭാഷ പ്രയോഗിച്ചിരിക്കുന്നത് TP രാമകൃഷ്ണനാണെന്നാണ്. അപ്പോൾ സംസ്കാരമില്ലാത്ത LDF-ന്റെ രീതിയിലല്ലാത്ത ഒരു ഭാഷ മറ്റൊരാൾ പ്രയോഗിച്ചു എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അതെന്ത് വ്യാഖ്യാനം? അതല്ലേ നമ്മുടെ മുന്നിലുണ്ടായ വിഷയം. അല്ലെന്നേ, എന്ന് കൂടിയല്ല, എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ വാക്കുകളെ അങ്ങനെ തന്നെയാണല്ലോ വ്യാഖ്യാനിച്ചത്. അപ്പൊ എന്ന് കൂടി എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ വേണ്ട, സ്പെസിഫിക് ആണ് അവിടെ ബിനോയ് വിശ്വം നേരത്തെ വിമർശനം ഉന്നയിച്ചത്. വിമർശനത്തിലൊന്നും എന്താ കുഴപ്പം? എന്താ, രണ്ട് നേതാക്കന്മാർ, രണ്ട് പാർട്ടി ഒരു മുന്നണിയിൽ നിൽക്കുന്നു, അവർക്ക് പരസ്പരം വിമർശിക്കുന്നതിൻ്റെ അകത്തല്ല പ്രശ്നം ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് പറയാൻ മുഴുമിപ്പിക്കാതെ ഇടയ്ക്കേറി പറഞ്ഞാൽ എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എപ്പോഴാണെങ്കിലും, തർക്കവുമില്ല. പക്ഷെ ഇത് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാ, നിങ്ങൾ ഇതനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുകയല്ലോ ചെയ്യുന്നത്. വാർത്താ സമ്മേളനം കഴിഞ്ഞു, പിന്നെ ഒരാൾ ചോദിച്ചു, അയാളുടെ തന്നെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനും വരുന്നു. ആ ക്വസ്റ്റ്യന് മറുപടി ആയിട്ടാണ് അതെ CPM നേതാവ് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതിനാണ് TP രാമകൃഷ്ണൻ കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് CPM-ന് അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ ചർച്ചകൾ തുടരുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? CPI എന്ന പാർട്ടി CPIM എന്ന പാർട്ടിയുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് LDF കൺവീനർ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ CPI സംബന്ധിച്ചോളം മറ്റന്നാൾ വലിയ സമരം നടക്കുകയാണ് ഡൽഹിയില്. പക്ഷെ 1-ാം തീയതി തന്നെ അവര് എക്സിക്യൂട്ടീവ് അവിടെ ചേരുന്നു ഡൽഹിയില്, എന്നിട്ട് കേന്ദ്ര നേതൃത്വമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. 2-ാം തീയതി എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അവിടെ കൂടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ കേട്ടത് മാത്രമാണ്. അങ്ങനെ ഒരുപക്ഷെ ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. ഉണ്ടെങ്കിൽ അവരുടെ നിലപാടുകൾ കൂടുതൽ വ്യക്തതയോടെ വരുമെന്നും പറയുന്നു. ഏതായാലും ഇവിടെ വെച്ച് ഇത് അവസാനിക്കുകയല്ല. എങ്ങനെ ഈ പ്രശ്നം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നേതാക്കൾ എല്ലാവരും ആലോചിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാൻ ഓഫൻഡായിട്ട് പറയുകയാണ്, അങ്ങനെ എങ്ങനെ അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ആലോചിക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.